കാർഷിക രംഗത്ത് നൂതന ആശയങ്ങൾ. കോതമംഗലം സ്വദേശി ജോസഫ് പീച്ചനാട്ടിന് സംസ്ഥാന അവാർഡ്. നേട്ടത്തിൽ സന്തോഷമുണ്ടെന്നും ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ജോസഫ്. 75-കാരനായ ജോസഫ് പീച്ചനാട്ട് ഗ്രാമീണ മേഖലയിൽ കർഷകർക്ക് സഹായമായ 50ഓളം ചെലവ് കുറഞ്ഞ ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. തേനെടുക്കുന്ന യന്ത്രം, പുല്ലുവെട്ടി യന്ത്രം, ചക്കമുറിക്കൽ, ചക്കച്ചുള വറുക്കൽ, തേങ്ങാപ്പാൽ പിഴിയൽ, തേങ്ങ ചിരണ്ടൽ, കോക്കനട്ട് ഓയിൽ നിർമ്മാണം, ചെലവ് കുറഞ്ഞ കോഴിത്തീറ്റ നിർമ്മാണം തുടങ്ങിയവയ്ക്കെല്ലാം ജോസഫ് സ്വന്തം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. കർഷകർ ആവശ്യപ്പെടുന്ന ഏത് ഉപകരണവും കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ചു നൽകി വരുന്ന ജോസഫിന് കൃഷി വകുപ്പിന്റെ സംസ്ഥാന അവാർഡായ 1 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും ലഭിക്കും. പണവും സമയവും ചെലവഴിച്ച് ജോസഫ് നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് ഭാര്യ എൽസമ്മ, മകൾ ടിഷു, മരുമകൻ സിജോ, പേരക്കുട്ടികളായ നടാഷ, ഇഷാൻ എന്നിവർ പൂർണ്ണ പിന്തുണയാണ് നൽകി വരുന്നത്. സംസ്ഥാന അവാർഡ് കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്നും തുടർന്നും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് ഈ അവാർഡ് പ്രചോദനമായി കണക്കാക്കുമെന്നും ഈ കർഷകൻ പറഞ്ഞു. എനിക്ക് ഈയിടെ ലഭിച്ച കർഷകർക്കുള്ള കാർഷിക ഉപകരണങ്ങൾ നിർമ്മിച്ചതിനുള്ള അവാർഡ് ഞാൻ വാസ്തവത്തിൽ എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വൈഡായിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് എന്നെപ്പോലെ എത്രയോ പേര്, 100 കണക്കിന് ആളുകൾ ഇത് മത്സരിക്കാനുണ്ടാവും. ഇത് ഓരോരുത്തരെയും പരിശോധിച്ചിട്ട് അവസാനം അതിൻ്റെ കമ്മിറ്റിയാണ് ഇത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനുണ്ടാക്കിയ ഒന്നല്ല, നിരവധി ഉപകരണങ്ങളുണ്ട്. പലതും അവർ വന്ന് ഇവിടെ പരിശോധിച്ചതാണ്. അപ്പോൾ അതിലൊന്നും വലിയ അതിനിഗൂഢമായ സാങ്കേതിക വിദ്യകളൊന്നുമില്ല. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ കർഷകനാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. അവൻ ഒരുപക്ഷെ നിരക്ഷരനായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് സാങ്കേതിക വിദ്യ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് എപ്പോഴും സങ്കീർണമല്ലാത്ത സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം, പെട്ടെന്ന് കൈകാര്യം ചെയ്യണം, പെട്ടെന്ന് അതിൻ്റെ ചെറിയ അറ്റകുറ്റപ്പണി ഒന്ന് സ്വന്തമായിട്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഓരോ ഉപകരണങ്ങളും. ഞാൻ ഏതാണ്ട് 60ഓളം ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് ഈ അവാർഡിൽ 1 ലക്ഷം രൂപ കിട്ടുന്നു. സന്തോഷമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും അതുകൊണ്ടൊന്നും ആകുന്നില്ല. കാരണം ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്യാൻ മനസ്സിൽ ആശയം വന്നു കഴിഞ്ഞ് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് പൂർണ്ണതയിലെത്തിക്കണയുടെ ഇടയ്ക്ക് ഒരു 5-6 പ്രാവശ്യമെങ്കിലും അത് മാറ്റി നമ്മൾ നിർമ്മിക്കേണ്ടി വരും. അതിലൊക്കെ ചിലവാണ് ഈ വരുന്നത്. ഓരോ ദിവസത്തെ സമയങ്ങളിൽ ചിലപ്പോൾ 1 മാസം കൊണ്ടൊക്കെ ആയിരിക്കും ഒരു പ്രോഡക്റ്റ് റെഡിയാക്കുന്നത്. ആ പ്രോഡക്റ്റിൻ്റെ വില വരുന്നത് ചിലപ്പോൾ ഒരു 1000 രൂപയായിരിക്കും. അപ്പോൾ അത് എത്ര 1000 വിറ്റാലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ലാഭം നോക്കിയല്ല ചെയ്യുന്നത്. ആ ഉപകരണം കൊണ്ട് ഒരു കർഷകന് പ്രയോജനം കിട്ടി എന്ന് അറിയുമ്പോഴുള്ളൊരു സന്തോഷം. കാർഷിക രംഗത്ത് നൂതന ആശയങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള അവാർഡ് ജോസഫ് പീച്ചനാട്ടിനും ഏറ്റവും മികച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്കുള്ള അവാർഡ് തട്ടേക്കാട് അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്കും ലഭിച്ചതിലൂടെ ഈ വർഷത്തെ സംസ്ഥാന കർഷക അവാർഡ് കോതമംഗലം ബ്ലോക്കിന് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചിരിക്കുന്നതെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് വ്യക്തമാക്കി. ഈ വർഷത്തെ സംസ്ഥാന കർഷക അവാർഡ് കോതമംഗലം ബ്ലോക്കിന് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചിരിക്കുന്നത്. 2 അവാർഡുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. തട്ടേക്കാട് അഗ്രോ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച FPC ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക രംഗത്തെ നൂതന ആശയങ്ങൾ ഡെവലപ്പ് ചെയ്തതിനുള്ള അവാർഡ് പ്രിയപ്പെട്ട ജോസഫ് ചേട്ടനാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മീഡിയ സൃഷ്ടി, കോതമംഗലം.